ഹലോ അസ്സാം വലൈക്കും. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലക്ഷദ്വീപ് സ്പെഷ്യലായ അപ്പത്തരമാണ് അല്ലേ. അപ്പോൾ അപ്പത്തരം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൈദ ആണ് എടുക്കുന്നത്. മൈദ പൂരിയൊക്കെ കുഴക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കും, പക്ഷേ ഉപ്പ് ചേർക്കില്ല അല്ലേ. ചിലരൊക്കെ ചെറുതായിട്ട് ചേർക്കലുണ്ട്. ഞാൻ ഇവിടെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, കാരണം മധുരം ചേർക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ നമ്മൾ സാധാരണ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉരുളാക്കി എടുത്തിട്ട് ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിലാണല്ലേ എടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കണം. ചപ്പാത്തിയുടെ ഒരു വലിപ്പത്തിലൊക്കെ എടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 3-4 മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കല്യാണത്തിനൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പത്തരം. അപ്പോൾ ഇത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് പരത്തിയെടുക്കുകയാണ് ചെയ്യുക. ചപ്പാത്തിയേക്കാളും കുറച്ച് വലിപ്പം കൂടുതൽ വേണം അല്ലേ. ഭയങ്കരമായിട്ട് തിന്നാവാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടി ഉണ്ടാവാൻ പാടില്ല അല്ലേ. കുറച്ച് കട്ടി കുറഞ്ഞാലാണ് തിന്നാൻ ടേസ്റ്റ്, പക്ഷേ പെട്ടെന്ന് ഒടിഞ്ഞൊടിഞ്ഞ് പോകും, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒരു റൗണ്ടാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ഡിസൈൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈൻ കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബ്ലേഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം അല്ലേ. പല ഡിസൈനിലും ഇത് കൊടുക്കാറുണ്ട്. വേറെ വേറെ ഡിസൈനിൽ നമ്മുടെ കഴിവിനനുസരിച്ച് ഓരോ ഡിസൈനാക്കി എടുക്കുന്നതാണ്. പിന്നെ ബ്ലേഡ് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി എളുപ്പം. കത്തി വെച്ചിട്ടാകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ബ്ലേഡ് വെച്ചിട്ടാണ് അധികം. സാധാരണ ദ്വീപിൽ എല്ലാവരും ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഇങ്ങനെ രണ്ടാക്കിയിട്ട് ബ്ലേഡ് രണ്ടാക്കിയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് ഡിസൈൻ ചെയ്യാം. കാരണം കല്യാണത്തിനൊക്കെ ഒരുപാട് ഈ സാധനം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ കുറേ നേരം വേണേ, കുറേ ആൾക്കാരൊക്കെ ഒന്നിച്ച് ചേർന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കാറുണ്ടോ? ഞാൻ എവിടെയും കണ്ടിട്ടില്ല, പക്ഷേ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, നമുക്ക് അറിയില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ നാട്ടിൽ അപ്പത്തരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കല്യാണത്തിന് ലക്ഷദ്വീപിൽ ഉണ്ടാകുന്ന, അതായത് പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ ആന്ധ്രാസ് ദ്വീപിലാണ് കേട്ടോ ഇങ്ങനെ പലഹാരം കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ബട്ടലപ്പം കാണിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ ബാളക്കലാഞ്ചി കാണിച്ചിട്ടുണ്ട്, പിന്നെ അപ്പം വലിച്ചത് കാണിച്ചിട്ടുണ്ട്, പിന്നെ ബിസ്പൊറോട്ട കാണിച്ചിട്ടുണ്ട്, പിന്നെ കെലാഞ്ചിയും പാലും കാണിച്ചിട്ടുണ്ട്, പിന്നെ റോട്ടി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്പത്തരം ഇനിയിപ്പോൾ നമുക്ക് പഞ്ചാരപ്പറ്റ കൂടി കാണിക്കണമെന്നുണ്ട്. ഇൻഷാല്ലാ പഞ്ചാരപ്പറ്റ ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്, അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കാണിക്കാം. പിന്നെ നമ്മൾ അലുവയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആദ്യത്തേത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ കൊടുത്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് നടുക്ക് കുറച്ച് മൈദ വിതറി കൊടുക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും മടക്കുന്ന സമയത്ത്, പിന്നെ നിവർന്ന് വരണമെന്നില്ല. അപ്പോൾ ഒരുപാടൊന്നും മൈദ ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ആവശ്യത്തിന് ഒന്ന് ഒട്ടാതിരിക്കാൻ മാത്രം ലേശം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എന്താ പറയുക, ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇങ്ങനെ ഡിസൈൻ വന്നിട്ട് നമ്മൾ വിചാരിക്കും, എനിക്ക് പൊരിക്കാനിടുമ്പോഴൊക്കെ പേടിയാവും, കാരണം ഇതിങ്ങനെ ഡിസൈൻ ആയിട്ട് ഉള്ളതുകൊണ്ട് പൊട്ടി പോവോ എന്നുള്ള പേടിയായിരിക്കും. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മളത് പൊരിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. ജസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ 3-4 ചെയ്തിട്ടുള്ളത്. ഓരോരോ ഡിസൈനിലാണ്. ഇത് സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഏതെങ്കിലും ഡിസൈൻ കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ഡിസൈൻസാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ലക്ഷദ്വീപിൽ വന്നിട്ട് ഇത് കാണുന്ന ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ നമ്മളിതേ പൊരിക്കാനിട്ടിട്ടുണ്ട്. പൊരിക്കാനിടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ഇതിലെല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് വഴി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇത് അങ്ങനെ തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്.
പണ്ടൊക്കെ ഇത് ഞാൻ എവിടുന്നോ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്ന് ഉമ്മയൊക്കെ ഇല്ലാത്ത ടൈമിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഈ മധുരത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഉമ്മ ഇല്ലാത്ത ടൈമിലൊക്കെ ഞാനിത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെയാണ് എനിക്കിത് കാണുമ്പോൾ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് അല്ലേ? ഈ ഒരു കളറാകുമ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകണ്ട. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റി വെക്കണം. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്തതും ഇതുപോലെ ഇട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കയ്യിലൊന്നും എണ്ണ തെറിക്കാണ്ട് നോക്കണം. ഉമ്മക്കൊക്കെ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇടാൻ പറ്റിയത്. ഇത് നമ്മൾ ഇങ്ങനെ ഡിസൈൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് കൈ മുറിഞ്ഞു പോകും. പിന്നെ എണ്ണ തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ നമ്മുടെ അടുത്തതും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. മൂന്നാമത്തതും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് മാത്രമേ 2-3 ഉണ്ടാക്കുന്നല്ലേ ഇപ്പോൾ? അതെ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കഴിഞ്ഞ ഈ ബാളക്കലാഞ്ചിയുടെ വീഡിയോയിൽ കണ്ടില്ലേ നിങ്ങൾ, കട്ടിയുള്ള ഷുഗർ സിറപ്പ് ആക്കിയെടുക്കണം. ഇതും നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വിളയിക്കൽ എന്നാണ് പറയുന്നത് അല്ലേ? പഞ്ചാര വിളയിക്കൽ എന്നാണ് വിളയിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ഇതിനെ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതേ തിളക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തിക്കായിട്ട് വരണം. അതിനുശേഷമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം പോലെ ഇരിക്കാൻ പറ്റില്ല, കുതിർന്നു പോവും. അതേ കണ്ടില്ലേ, ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരണം. ആ ടൈമിലാണ് നമ്മളിതേ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ സൈഡിലേക്കും കയ്യിൽ വീഴാണ്ട് ശ്രദ്ധിക്കണം. അതെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഷുഗർ സിറപ്പ് ചൂടോടെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, കൈ പൊള്ളിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും ഒഴിച്ചു കൊടുക്കുക. ഇതേ കണ്ടില്ല, നമ്മൾ ആദ്യത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. എനിക്ക് ഇങ്ങനെ എല്ലാ സൈഡിലും നല്ലോണം പഞ്ചസാര ഇങ്ങനെ കിട്ടണം, എല്ലാ ഭാഗത്തും. കാണുമ്പോൾ തന്നെ എനിക്ക് തിന്നാൻ തോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ പാർട്ട്. ഇപ്പോൾ ഇതും കൂടെ ഉള്ളൂ. ഇതോടെ നമ്മുടെ അപ്പത്തരല്ലേ, അപ്പത്തരത്തിൻ്റെ പണി ഉള്ളൂ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്. നമ്മളിതൊരു അരമണിക്കൂറിനുള്ളിൽ ചെയ്തെടുത്താണ്. ഇത് ഭയങ്കര ഈസിയാണ്, അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ തന്നെ കഴിയും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇതേ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ, ഡിസൈൻ ചെയ്തതൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിത് ഉമ്മാനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കാം എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഉമ്മ കഴിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പത്തരമാണല്ലേ? എത്രയായി കഴിച്ചിട്ട്? അപ്പത്തരം കഴിച്ചിട്ട് കുറേ ആയില്ലേ. ജസീമിന്റെ മോന്റെ കല്യാണത്തിന്റെ ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടുന്ന് കഴിച്ചിട്ട് കാണിച്ചേ. ഇതാണ് നമ്മുടെ ഓരോരോ ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് നമ്മുടെ കസ്റ്റമൈസ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. നല്ല രസമാണ്. അവരവരുടെ കഴിവിന്റെ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിതിപ്പോ പെട്ടെന്ന് ആയതുകൊണ്ട് പിന്നെ ഇത്രേ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് വെറൈറ്റി ആയിട്ട് വേറെ കുറേയൊക്കെ ചെയ്യാൻ പറ്റും. അതെ, ഓരോരോ ഡിസൈനിലാണ് ആക്കിയെടുക്കുന്നത്. ഇത് കല്യാണത്തിനൊക്കെ ഉണ്ടാവാറുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പത്തരം. ഇപ്പോൾ നമ്മൾ അപ്പത്തരം കാണിച്ചു, ബാളക്കലാഞ്ചി നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. പിന്നെ എന്താണ്, അലുവ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇനിയും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഉമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. നല്ല ക്രിസ്പിയാണ്, അധികം കഴിക്കണ്ട, ഷുഗർ ഉള്ളതാണ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ തിന്നാൻ തുടങ്ങിയ പിന്നെ നിർത്താൻ പറ്റൂല, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ക്രിസ്പിയാണ്, എന്താ പറയാ, നല്ല ഒരു അടിപൊളി സംഭവമാണ്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു സ്നാക്കാണ് ഇത് കേട്ടോ. പിന്നെ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ മധുരം ഇല്ലാണ്ട് ഇങ്ങനെ ഈ പഞ്ചസാര സിറപ്പ് ഒഴിക്കാതെ പൊരിച്ചെടുത്തിട്ട് അങ്ങനെ കഴിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഈ സ്നാക്ക് ഉണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതിന്റെ പേരും കൂടി പറയണം അല്ലേ? അതെ, ഞങ്ങൾ ഉണ്ടാക്കുന്ന ചില സാധനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വരാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇന്ന പേരിലാണ് പറയുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ അപ്പത്തരമാണ്, നിങ്ങൾ എന്താ പറയുന്നതെന്ന്
കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം അല്ലേ. അപ്പോൾ കുറേ ആയ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്താണ് പറയൂ. വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഷഹാന ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എമി മോൾ എൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അമ്മ പുതിയ ഐഫോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഐഫോൺ 15 വാങ്ങിയിട്ടുണ്ട്. വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ്. അവസാനം വീഡിയോ ഇല്ല, ഒന്നുമില്ല. ഉമ്മാക്ക് ഐഫോൺ വാങ്ങാൻ കാരണം തന്നെ ഇതുപോലെ ഞാനില്ലാത്ത ടൈമിൽ ഉമ്മാക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ എനിക്ക് ടൈം കിട്ടുന്നില്ല. നിങ്ങളെയൊക്കെ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഒരുപാട് ഞാനാണെങ്കിൽ വർക്കിന് പോയി വരുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡാവും. അപ്പോഴായിരിക്കും ഉമ്മ വിളിക്കുന്നത്, വാ നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം. എനിക്കാണെങ്കിൽ ഒരു മൂഡും ഉണ്ടാവില്ല, നല്ല ടയേർഡായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.